ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ സക്കിയക്കുട്ടി മദ്രസും വിട്ട് വരുമ്പോൾ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഷെയറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സക്കിയക്കുട്ടീൻ്റെ ഫ്രണ്ട്. അപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ, അവൾ കുറച്ച് നേരം അവർ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇന്നിപ്പോൾ ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സക്കിയക്കുട്ടീൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ മോൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഗ്ഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചൊരു ബിരിയാണി പോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ എഗ്ഗൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് സാധാരണ തക്കാളിയും ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് നമ്മൾ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ അങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം കറിവേപ്പിലേൻ്റെ മുകളിൽ നിന്ന് ഒടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ കറിവേപ്പില ഒടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെയും നല്ല നല്ല കമ്പുകൾ അതിലിങ്ങനെ തളിർത്ത് വരും കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലൊക്കെ വെള്ളമാക്കിയിട്ട് അതിലിങ്ങനെ കുത്തി വെക്കും. അപ്പോൾ താഴ്ന്ന് നമ്മളിങ്ങനെ എടുത്താൽ മതി ആവശ്യത്തിന്, അല്ലെങ്കിൽ വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന ഭാഗം ചീഞ്ഞു പോകും. അല്ലാതെ പിന്നെ ഒരാഴ്ചത്തോളമൊക്കെ നമുക്കിങ്ങനെ വെക്കാം കേട്ടോ. ഓരോ അല്ലിയൊക്കെ മതിയാവുമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഫ് അങ്ങനത്തേതിലേക്കൊക്കെ ആണല്ലോ കുറച്ച് കൂടുതൽ വേണ്ടത്. തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്കുള്ള മസാല പൊടികളും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരിയും കൂടെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വെച്ച് 2 വിസിലും കൂടെ വന്നാൽ നമ്മുടെ ബിരിയാണി റെഡി ആവും കേട്ടോ. അപ്പം ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഇതാ നമ്മുടെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇന്നിപ്പോൾ സക്കിയക്കുട്ടീനെ കാണാൻ തന്നെ അല്ല കേട്ടോ, അല്ലെങ്കിൽ പുറകെ ഉണ്ടാവും ഓരോന്ന് ചെയ്യുന്നിടത്തൊക്കെ. ഇന്നിപ്പോൾ കൂട്ടുകാരുള്ളതുകൊണ്ട് നല്ല കളിയിലാണ്. അത് കുറേ നേരം കളിച്ചതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മെല്ലെ രണ്ടാളും കൂടെ. അപ്പം ഞാൻ അവർ കാണാതെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ചോറൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് അലക്കാനുള്ളത് ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ അലക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറെ പണിക്കൊന്നും നിന്നില്ല. രാവിലെ കുറച്ച് നൂഡിൽസ് മാത്രം കഴിച്ചതല്ലേ, അപ്പോൾ രണ്ടാൾക്കും വിശക്കുന്നുണ്ടാവുന്നു, നല്ല കളിയും കൂടിയാണല്ലോ. അപ്പോൾ ചോറ് കൊടുത്തിട്ട് കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ കുക്കറിൻ്റെ വിസിൽ കളഞ്ഞിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങിയതും കൂടെ അതിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞ കഴിക്കൂല. രണ്ടുപേരും ഒരുപോലുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ മഞ്ഞ രണ്ടാളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുറേ നേരം ഞാനും അവരുടെ കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും ഇതാ താഴെയൊക്കെ പോയി ചെമ്പരത്തിയോ പൂക്കളോ ഒക്കെ പറിച്ച് വരികയാണ്. സാധാരണ വൈകുന്നേരം ആയാലാണ് നമ്മുടെ സക്കിയക്കുട്ടീനെ ഇങ്ങനെ പുറത്തിറക്കൽ. ഇന്നിപ്പോൾ വെയിലും കുറച്ച് കുറവുണ്ടായിരുന്നു. ഒരു മൂടിക്കെട്ടിയ പോലെയാണ് മൊത്തത്തിൽ രാവിലെ മുതലേ ഉള്ളത്. അപ്പോൾ വൈകുന്നേരം സക്കിയക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ഒക്കെയാണല്ലോ ചെയ്യൽ. ഇന്നിപ്പോൾ ഓടാൻ ഒരാളെയും കൂടെ കിട്ടിയതിൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ രണ്ടാളും കുണുങ്ങി അങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. അപ്പോൾ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.